രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ സംസ്ഥാനങ്ങളിലൊന്ന് ഹരിയാനയാണ്. 10 വർഷമായി BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാന, ആ ഹരിയാന ഇക്കുറി കോൺഗ്രസ് പിടിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ തങ്ങളുടെ ഉരുക്കുകോട്ടയാണ് ഇപ്പോഴും ഹരിയാന എന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി പറയുവാനാണ് എങ്കിൽ നിരവധി ഉണ്ട് എന്നും ആ വികസനങ്ങളോടൊപ്പമായിരിക്കും ഹരിയാനയിലെ ജനതയെന്നുമാണ് BJP നേതൃത്വം നൽകുന്ന NDA അവകാശപ്പെടുന്നത്. നിരവധി ഒപ്പീനിയൻ സർവേകൾ പുറത്തു വന്നു. അവ ഭൂരിഭാഗവും പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ്. എന്നാൽ അതിനുശേഷം സാഹചര്യങ്ങളെല്ലാം മാറി കോൺഗ്രസിനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. BJPക്കും ചില മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിധാൻസഭ ചുനാവ് ഒപ്പീനിയൻ പോൾ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 10,000-ൽ പരം ജനങ്ങളുമായി സംവദിച്ചതിന് ശേഷം 10,000 സാമ്പിളുകളിൽ നിന്ന് എടുത്തിട്ടുള്ള സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വിധാൻസഭ ചുനാവ് ഒപ്പീനിയൻ പോളിൽ ഏറ്റവും ആദ്യം സർവേ ഫലം പുറത്തു വരുന്നത് സിർസ ജില്ലയിലാണ്. സിർസ ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് NDA, 3 ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 1 സീറ്റ്. ഇങ്ങനെയാണ് കണക്ക് പറയുന്നത്. അതായത് ഹരിയാനയിൽ ആകെയുള്ളത് 90 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ 90 നിയമസഭാ മണ്ഡലങ്ങളിൽ സിർസയിൽ NDA നേടുവാൻ പോകുന്നത് 1 സീറ്റ്, ഇന്ത്യ സഖ്യം 3 സീറ്റ്, മറ്റുള്ളവർ 1. ഹിസാർ ജില്ലയിൽ ആകെ ഉള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 NDA, 4 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ എന്നതാണ് കണക്ക്. ഹിസാറിൽ NDA നേടുന്നതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടും. മറ്റുള്ളവരും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. ദിവാനിയിലേക്ക് വരുമ്പോൾ ദിവാനിയിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 NDA, 3 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. റോഹിതയിലേക്ക് വരുമ്പോൾ റോഹിതയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1 NDA, 3 ഇന്ത്യ സഖ്യം. ഇങ്ങനെയാണ് കണക്ക്. ഛജ്ജറിലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 2 NDA, 2 ഇന്ത്യ സഖ്യം. മെഹന്ദർഘട്ടിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ NDA 1 വിജയിക്കും, 2 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അതായത് ഇരട്ടി വിജയം ഇന്ത്യ സഖ്യം നേടുമ്പോൾ NDAയും മറ്റുള്ളവരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗുഡ്ഗാവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇന്ത്യ സഖ്യം, 2 NDA. പൽവലിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 NDA, 2 ഇന്ത്യ സഖ്യം. ഫരീദാബാദിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. 2 NDA, 3 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. പഞ്ച്കുലായിലുള്ളത് ആകെ 2 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. 1 ഇന്ത്യ സഖ്യം, 1 NDA. അംബാലയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. ഇന്ത്യ സഖ്യം 2, NDA 2. യമുനാനഗറിലും അതേ അന്തരീക്ഷം, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. ആകെയുള്ളത് 2 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 ഇന്ത്യ സഖ്യം, 2 NDA. കുരുക്ഷേത്രയിൽ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ്. കുരുക്ഷേത്രയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ 1 NDA, 2 ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 1. മറ്റുള്ളവരും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കുരുക്ഷേത്രയിൽ നടക്കുന്നത്. കുരുക്ഷേത്രയിൽ പക്ഷേ ഇരട്ടി വിജയമാണ് ഇന്ത്യ സഖ്യം നേടുവാൻ പോകുന്നത് എന്നാണ് വിധാൻസഭാ ചുനാവ് ഒപ്പീനിയൻ പോൾ പറയുന്നത്. കൈതലിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കൈതലിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 ഇന്ത്യ സഖ്യം, 2 NDA. കർണാലിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 NDA, 3 ഇന്ത്യ സഖ്യം. പാനിപ്പത്തിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. 1 മാത്രം NDA വിജയിക്കുമ്പോൾ 3 ഇന്ത്യ സഖ്യം നേടുവാൻ പോകുന്നത് എന്ന് വിധാൻസഭാ ചുനാവ് ഒപ്പീനിയൻ പോൾ പറയുന്നു. സോനിപ്പത്തിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 NDA, 3 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. ജിന്ദിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 NDA, 2 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. ഫത്തേഹാബാദിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 1 NDA, 2 ഇന്ത്യ സഖ്യം. മൊത്തത്തിൽ 90 നിയമസഭാ മണ്ഡലങ്ങളിൽ 31 NDA, 51 ഇന്ത്യ സഖ്യം. ആകെയുള്ള 90 നിയമസഭാ മണ്ഡലങ്ങളിൽ 31 NDA, 51 ഇന്ത്യ സഖ്യം, 8 മറ്റുള്ളവർ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 45 സീറ്റുകൾ മാത്രം മതി കേവല ഭൂരിപക്ഷത്തിന്. അത് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. എന്നാലും സർവേ ഫലങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് വികസനത്തിലൂന്നിയുള്ള പ്രകടനങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൻ മുന്നേറ്റം കൈവരിക്കുമെന്ന് BJP കണക്ക് കൂട്ടുമ്പോൾ വിധാൻസഭാ ചുനാവ് ഒപ്പീനിയൻ പോൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സർവേ ഫലമാണ്. എന്നാൽ സർവേ ഫലങ്ങളല്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഹരിയാന ആര് ഭരിക്കുമെന്ന്. സർവേ ഫലം ശരിവെച്ചുകൊണ്ട് ജനങ്ങൾ
ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമോ? ഇല്ല. വികസന തേരോട്ടം വേണം, അല്ലെങ്കിൽ സംസ്ഥാനത്ത് BJP സർക്കാർ വീണ്ടും അധികാരത്തിലെത്തണമെന്ന ആവശ്യത്തോടു കൂടി NDA വിജയിപ്പിക്കുമോ എന്നുള്ളതെല്ലാം ഇനി ജനങ്ങളുടെ കയ്യിലുള്ളതാണ്. കണ്ടറിയണം ജനങ്ങൾ ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും ആര് വാഴുമെന്നും ആര് വീഴുമെന്നും.